ഹായ് ഫ്രണ്ട്സ്, സയൻസ് സ്റ്റുഡന്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനൂപ്. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, മറ്റു കൂട്ടുകാരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLCയിലെ SCERT കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മോൾ കൺസെപ്റ്റ് ആൻഡ് ഗ്യാസ് ലോസ് എന്ന ഭാഗമാണ്. അതിലെ 3 വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ 3 വീഡിയോയും വ്യക്തമായി കണ്ട് അതിന്റെ ബേസിക് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ 4ാമത്തെ വീഡിയോ നിങ്ങൾ കാണുക. എന്നാൽ വ്യക്തമായി നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. 2 ചോദ്യങ്ങളായിട്ടാണ് ഇപ്പൊ ഞാൻ ആദ്യം തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 2GAM ഓക്സിജൻ ഡാഷ് ഗ്രാം. ക്വസ്റ്റ്യൻ ഇതാണ്. 2GAM അതായത് 2 ഗ്രാം അറ്റോമിക് മാസ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. 2GAM ഓക്സിജൻ ഡാഷ് ഗ്രാം. ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് GAM ആണ്. GAM എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്രാം അറ്റോമിക് മാസ്, അതായത് ഇവിടെ തന്നിരിക്കുന്ന ആറ്റം ആണ്. അതായത് ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്നത് ആറ്റം ആണ്, വെറും O മാത്രമേ ഉള്ളൂ, O2 അല്ല എന്ന കാര്യം വ്യക്തമാക്കുക. കാരണം ഗ്രാം അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓക്സിജൻ ആറ്റം ആണ്. അത് എത്ര ഗ്രാം ആണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താ GAM, ഓക്സിജന്റെ GAM കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? GAM ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കുക, ഒരെണ്ണം 1 into atomic mass of 1 into atomic mass of oxygen. 1 into atomic mass of oxygen. നിങ്ങൾ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. 1 എന്ന് പറയുന്നത് ഒരു ആറ്റം. 1 into atomic mass of oxygen, ഒരു O ആയത് കൊണ്ടാണ്. 1 into oxygen atomic mass എന്ന് പറയുന്നത് നമുക്കറിയാം 16. അതിലുണ്ട് 16 ഗ്രാം ആണ് ഒരു GAM എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16 ഗ്രാം കിട്ടി. നമ്മൾ കണ്ടുപിടിച്ചത് ഒരു GAM ആണ്, 16 ഗ്രാം. നമ്മുടെ ചോദ്യം എന്താണ്? 2GAM ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? അപ്പൊ ഒരു GAM 16 ഗ്രാം ആയതുകൊണ്ട് 2GAM എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ GAM കണ്ടുപിടിച്ചു. GAM എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. 2GAM ആയതുകൊണ്ട് 2 into 16, 2 ഗുണം 16, 32 ഗ്രാം ആണ് ഓക്സിജന്റെ 2GAM. അപ്പൊ 2GAM ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 32 ഗ്രാം. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 2GAM ഓഫ് ഓക്സിജൻ ഡാഷ് ഗ്രാം എന്നതാണ് ചോദ്യം. അതിനകത്ത് നമ്മൾ ആദ്യം GAM എന്താണെന്ന് മനസ്സിലാക്കണം. ഗ്രാം അറ്റോമിക് മാസ്. അതുകൊണ്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ഓക്സിജൻ ആറ്റത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ഓക്സിജൻ O എന്ന് മാത്രമേ എഴുതിയുള്ളൂ, O2 അല്ല. ശ്രദ്ധിക്കുക, O എന്ന് മാത്രം. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നു ഓക്സിജൻ GAM എത്രയാണ്. 1 into atomic mass of oxygen ഒരാളേ ഉള്ളൂ. സോ 1 into 60 ഗ്രാം ആണ് ഒരു GAM എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു GAM അല്ല, 2GAM എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? ഒരു GAM 16 ഗ്രാം ആണെങ്കിൽ 2GAM എത്ര ഗ്രാം ആണ്? 2 ഗുണം 16, 32 ഗ്രാം. അല്ലെങ്കിൽ 2GAM എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഉണ്ട് 2 into ഗ്രാം അറ്റോമിക് മാസ്. അങ്ങനെയാണ് 32 കിട്ടിയത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് 2GMM ഓഫ് ഓക്സിജൻ. നേരത്തെ നമ്മൾ ചോദിച്ചത് എന്തായിരുന്നു? GAM, ഓക്സിജന്റെ GAM എത്രയാണെന്ന്. പക്ഷെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് 2GMM എന്തായിരിക്കും? അപ്പോൾ GMM എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്യുലർ മാസ്. ഓക്സിജൻ ഇവിടെ തന്നിരിക്കുന്നത് ഓക്സിജൻ ആറ്റം. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഡൈ അറ്റോമിക് ആണ് എന്ന് നമുക്കറിയാം. അതിന് ഓസോൺ ആണെങ്കിൽ 3 എണ്ണം ഉണ്ട്, ട്രൈ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. 2GAM ഓഫ് ഓക്സിജൻ എന്ന ചോദ്യം തന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് O2-നെയാണ്. കാരണം ഗ്രാം മോളിക്യുലാർ മാസ്. ഇത് ഇവിടെ ഗ്രാം അറ്റോമിക് മാസ്, ഇവിടെ ആറ്റം, ഇവിടെയാണെങ്കിൽ ഗ്രാം മോളിക്യുലാർ മാസ് ആണ്. ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാൻ? നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെയും ചെയ്യുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? GMM ഓഫ് O2 ഓക്സിജൻ മോളിക്യൂളിന്റെ ഗ്രാം മോളിക്യുലാർ മാസ് കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ്? 2 into atomic mass of 2 into atomic mass of, നിങ്ങൾ കംപ്ലീറ്റ് സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതണം. 2 into atomic mass of oxygen എത്ര കിട്ടും? 2 into oxygen atomic mass നമുക്കറിയാം 2 into 16, 32 ഗ്രാം. 32 ഗ്രാം ആണ് ഒരു GMM എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഓക്സിജൻ മോളിക്യൂളിന്റെ ഒരു GMM എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2GMM ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? 2 into GMM അല്ലേ? 2 into GMM 2
ഇൻറ്റു നമ്മൾ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയാണ് കണ്ടുപിടിച്ചത് 32. അപ്പൊ എത്ര വരും 64 ഗ്രാം. അപ്പൊ G2GMM ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ് 64 ഗ്രാം ആണ്. മനസ്സിലായി കാണും. രണ്ട് ക്വസ്റ്റ്യനും ഒരേപോലത്തെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമാണ് നമ്മൾ തന്നിരിക്കുന്നത്. ആദ്യത്തെ ആറ്റം, രണ്ടാമത്തത് മോളിക്യൂൾസ്. അതുകൊണ്ട് ആദ്യം നമ്മുടെ അടുത്ത് ഓക്സിജൻ O, രണ്ടാമത്തെ O2, അതായത് ഓക്സിജൻ മോളിക്യൂൾ. അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. 5 GMM ഓഫ് വാട്ടർ H2O is equal to dash gram. 5 GMM വാട്ടർ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 5 GMM അതായത് ഗ്രാം മോളിക്കുലാർ മാസ് വാട്ടർ ഈസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം. എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ഈ പാർട്ട് മാത്രം നമുക്ക് നോക്കാം. GMM ഓഫ് ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. ഓക്സിജനും 2 ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? 2 into atomic mass of hydrogen plus 1 into atomic mass of step completed 1 into atomic mass of oxygen. 1 into atomic mass of oxygen. നോക്കാം. 2 into atomic mass of hydrogen 1 plus 1 into atomic mass of oxygen 60. Total 2 plus 16 is equal to 80 gram. 18 ഗ്രാം ആണ് ഗ്രാം മോളിക്കുലാർ മാസ്. വാട്ടറിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് GMM എന്ന് പറയുന്നത് 18 ഗ്രാം. ഇനി ചോദ്യം എന്താണ്? 5 GMM എത്രയാണ്? 1 GMM എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു എങ്കിൽ 5 GMM ഓഫ് വാട്ടർ ആണ് നമുക്ക് കാണേണ്ടത്. 5 GMM ഓഫ് വാട്ടർ എങ്ങനെ കാണും? 5 into GMM ഓഫ് വാട്ടർ എത്ര കിട്ടിയിരിക്കുന്നത്? 18. ടോട്ടല് 90 ഗ്രാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 10 GAM ഓഫ് നൈട്രജൻ. ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ ഏത് നൈട്രജൻ ആറ്റം ആണോ നൈട്രജൻ മോളിക്യൂൾ ആണോ എന്ന് ശ്രദ്ധിക്കുക. 10 GAM അവിടെ തന്നെ ക്ലൂ ഉണ്ട്. ഗ്രാം അറ്റോമിക് മാസ് ആറ്റം ആണ്. നൈട്രജൻ ആറ്റം മാത്രം N മാത്രമേ ഉള്ളൂ. GMM ആയിരുന്നു എങ്കിൽ നമുക്ക് അവിടെ N2 എന്നിടായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? GAM കാണാം. ആരുടെ GAM ഓഫ് നൈട്രജൻ ഒരെണ്ണല്ലേ ഉള്ളൂ. 1 into atomic mass of nitrogen is equal to 1 into നൈട്രജന്റെ മാസ് 14. അതായത് 14 ഗ്രാം ആണ് ഒരു GAM നൈട്രജൻ എന്ന് പറയുന്നത്. ചോദ്യം എത്ര GAM ആ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 10 GAM 10 GAM of nitrogen is equal to 10 into 40 is equal to 140. 140 ഗ്രാം. 140 ഗ്രാം. ഇവിടെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് 90 ഗ്രാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ഏത് വസ്തുവിന്റെ ആയാലും നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിച്ചാൽ അത് 1 മോളിന് ഈക്വൽ ആണ്. ഏത് വസ്തുവിന്റെയും ഒരു ഗ്രാം അറ്റോമിക് മാസ് കണ്ടുപിടിച്ചാൽ അത് 1 മോളിന് ഈക്വൽ ആണ്. അതിനകത്ത് എത്ര പാർട്ടിക്കിൾ കാണും? 6.022 into 10⁻23. ഇത് ആറ്റം, അറ്റോമിക് മാസ് ആണ്, ആറ്റം ആയതുകൊണ്ട് അവിടെ അത്രയും ആറ്റം കാണും. ഇനി ഏതൊരു വസ്തുവിന്റെ GMM നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചാൽ അതും എന്താണ് 1 മോൾ, ഒരു മോളിന് ഈക്വൽ ആണ്. അവിടെയാണെങ്കിൽ എത്ര പാർട്ടിക്കിൾ കാണും? 6.022 into 10⁻23 മോളിക്യൂൾ. മോളിക്യൂൾ വരാൻ കാരണം ഇതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് അറിയുമ്പോൾ ഈ 6.022 into 10⁻23 അറിയപ്പെടുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ എന്നും മോൾ സംഖ്യ എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുക, പാർട്ടിക്കിൾസിന്റെ എണ്ണം പറയുന്നതിന് വേണ്ടിയാണ് ഈ നമ്പർ ഉപയോഗിക്കുന്നത്. ഈ 6.022 into 10⁻23 അവഗാഡ്രോ നമ്പർ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ മാത്രമേ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് വ്യക്തമായി ഇതിനെപ്പറ്റി മനസ്സിലാവുകയുള്ളൂ. ആദ്യം ഞാൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്. 34 ഗ്രാം NH3 അമോണിയ ഈസ് ഈക്വൽ ടു ഡാഷ് മോൾ. 34 ഗ്രാം അമോണിയ എന്ന് പറയുന്നത് എത്ര മോളാണ്? 34 ഗ്രാം അമോണിയയിൽ എത്ര മോൾ ഉണ്ട്? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മോൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എത്ര GAM അല്ലെങ്കിൽ എത്ര GMM അതിന് ഈക്വൽ ആയിരിക്കും മോൾ എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ NH3 എന്ന് പറയുന്ന അമോണിയ എന്ന് പറയുന്നത് എന്താ GMM ആണുള്ളത്. അമോണിയ എന്ന് പറയുന്നത് GMM, കാരണം ഗ്രാം മോളിക്കുലാർ മാസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്, മനസ്സിലാക്കുക. ആദ്യം ഇവിടെ മോള് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് ബൈ ഗിവൺ മാസ് ബൈ GAM or GMM. ഇതാണ് മോള് കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് നമുക്ക് പോകുന്നത്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 34 ഗ്രാം അമോണിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര മോള് ഉണ്ട് എന്നതായിരുന്നു ചോദ്യം. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനത് ഇക്വേഷൻ ആദ്യം പറഞ്ഞിരുന്നു, അത് എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇക്വേഷൻ ഇതാണ്. മോള് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് മാസാണ് എങ്കിൽ മോള് കാണുന്നതിന് വേണ്ടി ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? GAM ഓ GMM. ഈ ചോദ്യം എന്ന് പറയും NH3 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് ബൈ GMM വരാൻ കാര്യം ഇവിടെ തന്നിരിക്കുന്ന NH3 എന്ന് പറയുന്നത് മോളിക്യൂൾ ആയതുകൊണ്ടാണ് GMM നമ്മളിവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ. ആദ്യം എന്താ ഇതിനകത്ത് എന്ത് മോളാണ് കാണാനുള്ളത്? മാസ് തന്നിട്ടുണ്ട്. GMM NH3 നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. GMM ഓഫ് NH3, അമോണിയയുടെ GMM. ഇനി ഞാൻ ഓരോന്നും എഴുതുന്നില്ല, പെട്ടെന്ന് എഴുതി പോവുകയാണ്. അതായത് 3 into atomic mass of hydrogen, നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം. 3 into atomic mass of hydrogen plus 1 into atomic mass of nitrogen. 1 into atomic mass of nitrogen. 3 into atomic mass of hydrogen എന്ന് പറയുന്നത് 1. 1 into atomic mass of nitrogen എന്ന് പറയുന്നത് 1,414. ടോട്ടൽ എത്ര വരും? 17 ഗ്രാം ആണ് GMM. ആരുടെ GMM? NH3 അല്ലെങ്കിൽ അമോണിയയുടെ GMM. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് 34 ഗ്രാം ബൈ ഇനി GMM. ആരുടെ GMM? NH3യുടെ GMM എന്ന് പറയുന്നത് 17 ഗ്രാം. ഓക്കെ, 2 കട്ടായി. ബാക്കി 34/17 2. ഉത്തരം 2 മോൾ. ശ്രദ്ധിക്കുക, 34 ഗ്രാം അമോണിയയിൽ 2 മോൾ ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് ശ്രദ്ധിക്കുക. ഇതിന്റെ റിവേഴ്സ് ഓർഡർ ഞാൻ നിങ്ങൾക്ക് തരികയാണ് മനസ്സിലാകുന്നതിന് വേണ്ടി. ശ്രദ്ധിക്കുക. 2 മോൾ അമോണിയ ഇസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം. 2 മോൾ അമോണിയ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ് എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് അറിയാവുന്ന ബേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയുന്നത് ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് ബൈ GAM ഓ GMM. ഇവിടെ NH3 ആയതുകൊണ്ട് GMM. ഇത് നമുക്ക് ഓരോ വില ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മോൾ തന്നിട്ടുണ്ട്. എത്രയാണ് മോൾ? 2 മോൾ ഈസ് ഈക്വൽ ടു ഗ്രാം. മാസ് അല്ലേ കാണാനുള്ളത്? മാസാണ് കണ്ടുപിടിക്കേണ്ടത്. ബൈ NH3യുടെ GMM നമുക്കറിയാം, കുറച്ചു മുമ്പേ നമ്മൾ കണ്ടുപിടിച്ചത് തന്നെയാണ്. GMM NH3 ആകുമ്പോൾ നൈട്രജൻ്റെ 1 into 40 14, ഹൈഡ്രജന്റെ 3 14 3 17. കാണേണ്ടത് ടോട്ടൽ മാസ് ആണ്. അപ്പൊ ഇക്വേഷൻ എന്താ? മാസ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ എന്താ ഇക്വേഷൻ എങ്ങനെ മാറി? നിങ്ങൾ തന്നെ നോക്കും. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ഇക്വേഷൻ അവിടെ ഉപയോഗിക്കേണ്ടത്? മാസ് ഈസ് ഈക്വൽ ടു മോൾ ഇൻറ്റു GMM. ഇനി ഇത് ആറ്റമായിരുന്നു എങ്കിൽ മോൾ ഇൻറ്റു GAM ആയിരുന്നു. ഓക്കെ, ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോൾ എന്ന് പറയുന്നത് 2 മോൾ. GMM ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചത് തന്നെയാണ്. 17 2 34 ഗ്രാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ റിവേഴ്സ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ എത്ര? 34 ഗ്രാം. നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ 34 ഗ്രാം അമോണിയ എത്ര മോൾ ആയിരുന്നു എന്ന്. ഈ ചോദ്യം 2 മോൾ അമോണിയ എന്ന് പറയുന്നത് എത്ര ഗ്രാം എന്നതായിരുന്നു ഈ ചോദ്യം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. $180 ഗ്രാം വാട്ടർ ഈസ് ഈക്വൽ ടു ഡാഷ് മോൾ. 180 ഗ്രാം വാട്ടർ എന്ന് പറയുന്നത് എത്ര മോളാണ്? 180 ഗ്രാം വാട്ടർ എത്ര മോളാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇവിടെ നോക്കുക, തന്നിരിക്കുന്നത് മാസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ
H2O ആയതുകൊണ്ട് GM മോളിക്യൂൾസ് ആയതുകൊണ്ട്. ഓക്കെ, ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് 180 ഗ്രാം ബൈ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ടറിന്റെ GM. വാട്ടറിന്റെ GM നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നു. ഹൈഡ്രജൻ്റെത് 12 × 1 2, ഓക്സിജന്റെ 1 × 60 60, ടോട്ടൽ 18 18. ഓക്കെ, 18 എന്ന്. അപ്പൊ GM ഓക്കെ 18 ഗ്രാം. കട്ട് ചെയ്ത് പോവുക. 110. ഉത്തരം 10 മോൾ. ഉത്തരം 10 മോൾ, 10 മോൾ. ഇനി വേണമെങ്കിൽ ഈ ചോദ്യം നമുക്കൊന്ന് റിവേഴ്സിൽ ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചോദ്യം നോക്കുക. 10 മോൾ H2O ഈക്വൽ ടു ഡാഷ് ഗ്രാം. ശ്രദ്ധിക്കുക, 10 മോൾ വാട്ടർ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ് എന്ന് ചോദ്യമായിരുന്നു എങ്കിൽ ഇക്വേഷൻ എന്താകും? അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മാസ് ആണ്. മാസ് ഈസ് ഈക്വൽ ടു മോൾ ഇൻറ്റു GM. വാട്ടർ ആയതുകൊണ്ട് GM. മോൾ എന്ന് പറയുന്നത് 10. വാട്ടറിന്റെ GM നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 18. ടോട്ടൽ 180 ഗ്രാം. ഓക്കെ, ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. 5 മോൾ നൈട്രജൻ ഈസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം. 5 മോൾ നൈട്രജന് എത്ര ഗ്രാം ഉണ്ട്? 5 മോൾ നൈട്രജൻ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? അപ്പൊ നോക്കാം ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഈ ബേസ് ഇക്വേഷൻ വേണ്ടി ഞാൻ എഴുതുന്നു. വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മോൾ ഈസ് ഈക്വൽ ടു മാസ്. ഗിവൺ മാസ് തന്നിട്ടുണ്ടെങ്കിൽ ഗിവൺ മാസ്, അല്ലെങ്കിൽ മാസ് എന്ന് മാത്രം എഴുതിയാൽ മതി. GAM ഓർ GM. ഇവിടെ നൈട്രജൻ, വെറും നൈട്രജനെ തന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഗ്രാം ആറ്റോമിക് മാസ്, ആറ്റമാണ്. ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ശ്രദ്ധിക്കുക. ഇനി എന്താക്കാം? ഇവിടെ മോള് തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ എന്താ? മാസ് ആണ് കാണേണ്ടത്. അപ്പൊ റിവേഴ്സ് ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ? മാസ് മോള് അവിടെ നോക്കാം. മാസ്, അവിടെ മാസ് കാണുന്നതിന് ഇക്വേഷൻ എന്താണ്? മോൾ ഇൻറ്റു GAM എന്ന ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നോക്കാം. മോൾ എന്ന് പറയുന്നത് എത്രയാണ്? മോൾ എന്ന് പറയുന്നത് 5 മോൾ. 5 ഇൻറ്റു നൈട്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് അറിയാം. നൈട്രജന്റെ 14 ആണ്. അതുകൊണ്ട് 14 ഇൻറ്റു 5 70 ഗ്രാം. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 196 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് ഈസ് ഈക്വൽ ടു ഡാഷ് മോൾ. അപ്പോൾ ഇവിടെ നോക്കാം. 196 ഗ്രാം മാസ് തന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്? മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസ്, ഗിവൺ മാസ് ബൈ GAM ഓർ GM. H2SO4 ആയതുകൊണ്ട് GMM. ഓക്കെ, നോക്കാം. അപ്പൊ മോൾ ഈസ് ഈക്വൽ ടു, മോളാണ് കാണേണ്ടത്. മോൾ ഈസ് ഈക്വൽ ടു മാസ് എന്ന് പറയുന്നത് 196 ഗ്രാം ബൈ GMM കാണാം. സൾഫ്യൂരിക് ആസിഡ് GM. സ്റ്റെപ്പ് എഴുതാം. GMM ഓഫ് H2SO4. H2SO4 സ്റ്റെപ്പ് ആയിട്ട് തന്നെ നിങ്ങൾ എഴുതിക്കൊള്ളാം. 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് 1 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് സൾഫർ പ്ലസ് 4 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ. ടോട്ടൽ 2 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 32 ആണ് സൾഫറിൻ്റെത്. 4 ഇൻറ്റു 60. ടോട്ടൽ 2 പ്ലസ് 32 പ്ലസ് 64 98 ഗ്രാം ആണ് ഒരു മോൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. 98 ഗ്രാം, അതായത് 98 ഗ്രാം സൾഫ്യൂരിക് ആസിഡ് എടുക്കുമ്പോൾ ഒരു മോൾ. ഇവിടെ തന്നിരിക്കുന്നത് 196 ഗ്രാം ആപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാം 2 മോൾ. ഇക്വേഷൻ ആണ് എങ്കിൽ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. 196 ഗ്രാം ബൈ 98 ഗ്രാം 2 മോൾ. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് ആണ് പഠിക്കേണ്ടത്. അപ്പൊ ഇത് വ്യക്തമായി പഠിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ വ്യക്തമായി പഠിക്കുക. എന്റെ അടുത്ത വീഡിയോയിൽ ആ പാർട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ എല്ലാവരും വ്യക്തമായി പഠിക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്.